ഗുഡ് മോർണിംഗ്. സിഡ്നിയിൽ ഇന്നൊരു വളരെ മിസ്റ്റി ഫോഗി ഡേ ആണ്. മോർണിംഗ് ഇപ്പോൾ ഇവിടെ 7:30 ആയിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിനാരിയോ. തണുപ്പ് വന്നെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. ഞാൻ എൻ്റെ കൊച്ചുമക്കളെ സ്കൂളിൽ ഡേ കെയറിൽ വിടാൻ വന്നതാണ്. I just show how it looks here. Beautiful. സൂര്യൻ വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആവും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ. വീണ്ടും ഒരു വ്ളോഗുമായിട്ട് ശശിധരൻ. ഇതൊരു അനദർ ടൈം പാസ് മെത്തേഡ്. ഇന്ന് രാവിലെ മോർണിംഗ് വാക്കിലേക്ക് പോകുന്നതാണ് സിനാരിയോ. പിന്നെ ഇപ്പം ഇന്ന് രാവിലെ 6 degrees ആയിരുന്നു. ഇവിടെ മഞ്ഞായിരുന്നു. ഇപ്പോൾ സൂര്യൻ ഉദിച്ചോടുകൂടി മഞ്ഞൊക്കെ പോയി. ഇത് വേറൊരു ഏരിയ ആണ്, എങ്കിലും ഒരു നടത്തം തുടരാൻ പോവുകയാണ്. ടൈം പാസ് വീഡിയോ. അങ്ങനെ ആൾക്കാർ നടക്കുന്ന ഒരു ടൈമാണിത്, രാവിലത്തെ വാക്കിംഗ്. നമ്മളന്ന് ഇവിടം വരെയൊക്കെ വന്നിരുന്നു. ഫസ്റ്റ് ബ്ലോഗിൽ ഇവിടെയൊക്കെ കാണിച്ചിരുന്നു. ഇത് എൻ്റെ ഒരു സ്പെസിഫിക് റൂട്ടുണ്ട്. അത് എനിക്കിഷ്ടമാണ്. ഒരു 45 minutes ആണ്. പക്ഷേ അത്രയും ഞാൻ കവർ ചെയ്യില്ല. കുറച്ച് സമയത്തേക്ക് കവർ ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ ഐ വിൽ ടേക്ക് മൈ റെഗുലർ വാക്കിംഗ് സെഷൻ. ഈ ഏരിയക്ക് സാക്സൺ വെയിൽ റോഡ് എന്ന് പറയുന്നു. ഇതാണ് നിന്ന് പോയ ക്രസ്റ്റ്വുഡ് ഗ്രൗണ്ടും കാര്യമൊക്കെ. അതിലൂടെ ഒന്ന് പോയിട്ട് ഐ വിൽ കം ബാക്ക് ആൻഡ് ജോയിൻ ഓൺ അനദർ റോഡ്. ഓക്കെ. എനിവേ, രാവിലെ ഓഫീസ് ഗോവേഴ്സിൻ്റെ തിരക്കാണ്. വണ്ടികളും ട്രാഫിക് എങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്നു. സ്കൂൾ കുട്ടികളുണ്ട്, അവർ സ്കൂൾ റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സബർബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെ. പണ്ട് കാലത്ത് ഇവിടെ റെസിഡൻസ് മോസ്റ്റ്ലി IT-കാരായിരുന്നു. അവർ സിഡ്നി സിറ്റിയിൽ വർക്ക് ചെയ്യും, ഇവിടുന്ന് ബസ്സിൽ പോവും. ട്രാഫിക് ഒഴിവാക്കാനുള്ള പബ്ലിക് ബസ്സായിരുന്നു അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴിവിടെ പബ്ലിക് വെരി കാം ആൻഡ് ക്വയറ്റ്. ഏർലി മോർണിംഗ് ബേർഡിൻ്റെ ശബ്ദം, എവറിത്തിങ് ഈസ് ദെയർ. ഇറ്റ്സ് എ വെരി വൈബ്രൻറ്റ് പ്ലേസ്. ഈ ചെറിയ ചെറിയ ഹിൽസിൻ്റെ മുകളിലാണ് വീടൊക്കെ ഉള്ളത്. ഇത് അപ്പ് ആൻഡ് ഡൗൺ സർഫേസ് ആണ് റോഡ്. യു ടേക്ക് എ ഫുൾ കോഴ്സ്. ഈ റോഡിൽ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ധാരാളം എക്സസൈസ് ആകും. ഇതിൽ ഫുൾ സ്വിങ്ങിൽ നടക്കുകയെങ്കിൽ ഒരു ഡേന് വേണ്ടുന്ന ഫുൾ എനർജി, ഫുൾ എന്താ പറയുക, ബേണിങ് കലറി എല്ലാം നടക്കും. ദാറ്റ്സ് ദാറ്റ്. ഈ ഹിൽ ടോപ്പിൻ്റെ മുകളിൽ കാണുന്ന വീടൊക്കെ ഈവനിങ് ടൈമിൽ നല്ല രസമാണ്. സൺസെറ്റിൻ്റെ സമയത്താണ് ഇതൊക്കെ കാണേണ്ടത്. എനിവേ, ഇറ്റ്സ് എ വണ്ടർഫുൾ ലൊക്കേഷൻ. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും ലേ ഔട്ടും ഇറ്റ്സ് റിയലി വർത്ത് വാച്ചിങ്. ഓരോ ആൾക്കാർ അവരുടെ ഗാർഡൻ ഷേപ്പ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളായി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇറ്റ്സ് റിയലി വർത്ത്. എത്ര ലെബറേഴ്സ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ പുല്ലിൻ്റെ മുകളിലൊക്കെ ഡ്യൂ ഡ്രോപ്സ് വന്ന് നല്ല ഷൈനിങ് മെറ്റൽ കാർപ്പറ്റ് പോലെ ഉണ്ട്. ബ്യൂട്ടിഫുൾ. വേറെ റെഡ് ട്രീ കണ്ടോ? ബ്യൂട്ടിഫുൾ. ഈ രാവിലെ റിട്ടയറീസിന് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവർ ഷേവൊക്കെ ചെയ്യാതെ കിടന്നുറങ്ങി പതുക്കെ കാപ്പിയൊക്കെ കുടിച്ച് ടി വിയെ കണ്ടിരിക്കുന്ന സമയം. ഇപ്പോൾ ഈ വ്ളോഗിങ് തുടങ്ങിയപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഷേവൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായി ഇതുമാതിരി കലാപരിപാടിക്ക് ഇറങ്ങുമ്പോൾ വേറൊരു സുഖം. ഇത്രയും കാലം ഇതൊന്നും നമ്മൾ ആലോചിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഇത് റിയലി ഒരു എന്തൂസിയാസമാണ് ഈ ടു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് ടു ഡു സംതിങ് വർത്ത് വൈൽ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എൻകറേജ്മെൻറ്റ് ധാരാളം ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഹാസ് ബിക്കം പാർട്ട് ഓഫ് എ ന്യൂ ഹാബിറ്റ്. ഒരു ടൈം ചേഞ്ച്, ഒരു റൂട്ടീൻ ലൈഫിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ, ഇതൊക്കെ തന്നെ. 60+ ആൾക്കാർക്കുള്ള യോഗ കഴിഞ്ഞ ദിവസം ഒരു വ്ലോഗ് ചെയ്തു. സോ ദെൻ ഐ തോട്ട് വൈ നോട്ട്, വി ഹാവ് ടൈം, യൂസ് ഇറ്റ് നൈസ്ലി, encourage others to walk, enjoy the nature. ഇങ്ങനെയൊക്കെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ your breathing becomes okay. മറ്റുള്ള ടെൻഷൻ പ്രഷർ ഒന്നും ഇല്ലാതെ you can continue some more time of life span. ഇതാ, ഇത് ഒരു വലിയ ഗ്രൗണ്ടാണ്. ഞാൻ കുറച്ച് അടുത്തോട്ട് പോവുക. ഇവിടെ എപ്പോഴും ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇന്നലെ നമ്മൾ കുറേ കാർസൊക്കെ കണ്ടുവരുന്നു. സോ ടേക്ക് യു ദേർ. ഇതുണ്ടല്ലേ ഈ ഏരിയയിൽ വലിയൊരു സർക്കിളിൽ ഗ്രീൻ, അവിടെ ഫുട്ബോൾ ഗ്രൗണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട്, പ്രാക്ടീസിങ്, അത് ഇതൊക്കെ നടക്കും. കഴിഞ്ഞ ദിവസം ഈ ഗ്രൗണ്ടിൻ്റെ വേറെ എൻഡിലൂടെ ഞാൻ പാസ് ചെയ്ത് കുറച്ച് വീഡിയോ എടുത്തിരുന്നു. ബട്ട് ദിസ് ഈസ് മോർ എ വെരി പിക്ചറസ്ക് വെന്യൂ. കണ്ടില്ലേ എന്താ രസം! ഈ ചെടികളും ഡ്രൈ ആയ ചെടികളും ഉണ്ട്, ഇപ്പോൾ കളർ ചേഞ്ചിങ് ട്രീസ് ഉണ്ട്. ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. ഈ ലൊക്കേഷൻ്റെ പേര് ക്രസ്റ്റ്വുഡ് കമ്മ്യൂണിറ്റി സെൻറ്റർ എന്നാണ്. ഇവിടെ ഹാളുണ്ട്, ഇങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. നോട്ട് ഫാർ, എൻ്റെ വീട്ടിൽ നിന്ന് അത്ര ദൂരമൊന്നുമില്ല, ഞങ്ങൾ സ്ഥിരം നടക്കുന്ന റൂട്ടാണ്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 9 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. രാവിലെ 6 ആയിരുന്നു. വാമപ്പായി വരിക. ഇവരുടെ ഗാർഡൻ, റോസ് ഗാർഡൻ ഇവരുടെ കമ്പൗണ്ട് വാളിനോട് തൊട്ടിട്ടാണ്. സീ, ലുക്ക് അറ്റ് ദാറ്റ്, ബ്യൂട്ടിഫുൾ. വാവ്. ഇവിടെ മാവുണ്ട്, സീസണൽ അധികം മാങ്ങയൊക്കെ കാണാം ഇവിടെ. മെക്കലോപ്പ് ഡ്രൈവും ക്രസ്റ്റ്വുഡ് ഡ്രൈവും പിന്നെ അവിടെ ഒരു ചേപ്പൽ ലെയിൻ, ഇതൊക്കെ ഇവിടുത്തെ
നടക്കാവുന്ന റൂട്ടാണ്. നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, പലതും കണ്ടുകൊണ്ട് നടക്കാനുള്ള ഒരു ഇതാണ്. മോർണിംഗ് അവേഴ്സ് അഗെയിൻ ഓഫീസ് ഗോവേഴ്സിൻ്റെ തിരക്കാ. ഇതുണ്ടോ അതിൻ്റെ പുല്ലിൻ്റെ മുകളിൽ വെള്ളം, ഡ്യൂ ഡ്രോപ്സ്, ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ. ചില ഫ്രണ്ട്സിൻ്റെ സജഷൻ ഉണ്ടായിരുന്നു, സൗണ്ട് സിസ്റ്റം ശരിയില്ല, അതിൻ്റെ പേരിൽ ഇന്നൊരു മൈക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം, കേട്ടറിയാം. എനിവേ, ഹോപ്പ് ദിസ് വർക്ക്സ് ഔട്ട് ഗുഡ്. ഇവരെ വീടിൻ്റെ ഗാർഡനിങ് അടിപൊളി സ്റ്റെപ്പ് കട്ടൊക്കെ ചെയ്ത് ബ്യൂട്ടിഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എന്താ അധികം ഇവിടെ കാണാതെ ട്രീ, അതാണ് ഓക്ക് ട്രീ എന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇടയ്ക്ക് പനമരം ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. അതൊക്കെ ഇവർ ഒരു ബ്യൂട്ടിക്ക് വേണ്ടി വെച്ചതാണ്. അതിൻ്റെ രസം ഈ ബ്ലൂ സ്കൈ ആണ്. ബ്ലൂ സ്കൈൻ്റെ രസമാണ് അട്രാക്റ്റീവ്. പിന്നെ ഇവിടെ പലതും നേറ്റീവ് പ്ലാന്റ്സ് ആണ്. അത് നമുക്ക് നാട്ടിൽ കാണാതെ പല പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. ഇതാണ് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന ട്രീ, സോറി ബോട്ടിൽ ബ്രഷ്. അതിൻ്റെ ഫ്ലവർ ഒരു ബോട്ടിൽ ബ്രഷ് പോലെ കാണും, റെഡ് കളർ. ഇവിടെ വീണ്ടും നാരങ്ങ, ഓ മൈ ഗോഡ്, ഓൾറെഡി നാരങ്ങ ഉണ്ട് ഇതിൻ്റെ മുകളിൽ കേട്ടോ. പിന്നെ ഇത് മാംഗോ. കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ ഒരു 5-6 മാസം മുമ്പ് ഇതിൽ നിറയെ വാങ്ങേണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ. ഈ സബബിൽ ഇന്ത്യൻസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, ഇറ്റാലിയൻസ് ഉണ്ട്, വെള്ളക്കാർ ഉണ്ട് ധാരാളം. പിന്നെ ഒരു മിക്സ്ഡ് കമ്മ്യൂണിറ്റി ആണ്. ഒരു പഴയ സബബാണിത്. ഇതിൻ്റെ ഒരു എക്സ്പെൻസീവ് സ്ഥലമാണ്. ഇവിടുത്തെ ബോക്കം ഹിൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ പ്രോപ്പർട്ടി വൈസ് വളരെ എക്സ്പെൻസീവ് ഏരിയ ആണ്. ഇപ്പോൾ എല്ലാം കൂടി വരികയാണ്. ലാൻഡ് പ്രോപ്പർട്ടി പ്രൈസ് ഒക്കെ അങ്ങനെ കൂടി ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. ഇറ്റ്സ് എ ബിഗ് ബിസിനസ് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ്. വെരി ബിഗ് ബൂമിങ് സിറ്റുവേഷൻ. പിന്നെ ചില വീടുകൾ കൊടുക്കുകയാണ്. ഇതവിടെ പുട്ട ബോർഡ്, ഇത് സെയിലിന് വേണ്ടി വെച്ചിരിക്കുക. പഴയ വീടുകളൊക്കെ ഇപ്പോൾ തട്ടിയിട്ട് അവർ പുതിയ ബിൽഡിങ്സ് ഉണ്ടാക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ട്രെൻഡ്. Dark and shade and sunny area. Wow. ഇത് നല്ല സ്റ്റൈലാക്കി ഹെഡ്ജസ് ഒക്കെ ചെയ്തൊരു വീടാണ്. ബ്യൂട്ടി ആയിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട് വീട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇവിടെ ഒരു ഏജ്ഡ് കെയർ ഫെസിലിറ്റി വന്നിട്ടുണ്ട്. അതായത് ഇതൊരു കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ വകയുള്ളതാണ്. കാര്യമായിട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടം വരെ എത്തി. ഇപ്പോഴും കൺസ്ട്രക്ഷൻ ഗോയിങ് ഓൺ.
എൻ്റെ ഒരു ഐഡിയയിൽ ഇതൊരു 2 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്ത് അവരിവിടെ നിറയെ ബിൽഡിങ്സ് കൊണ്ടുവന്നു. ആ സ്ഥലത്തിൻ്റെ അവരുടെ പണ്ടത് ഒരു ബാരൻ ലാൻഡായിരുന്നു. ഞങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായില്ല, ഫുൾ കാലി ഗ്രൗണ്ടായിരുന്നു. ഇതാണ് സംഭവം. റെസിഡൻഷ്യൽ ഏജ്ഡ് കെയർ ഹോം ആൻഡ് കമ്മ്യൂണിറ്റി സർവീസസ് കാത്തലിക് ബ്ലാ ബ്ലാ. അപ്പോൾ എത്രയോ ബിൽഡിങ്സ് വന്നു. അവരുടെ എക്സ്റ്റൻഷനാണിത്. കണ്ടില്ലേ? ഇവിടെ ഏജ്ഡ് കെയർ ഒരു ബൂമിങ് ബിസിനസ്സാണ്. പഴയ വയസ്സാകുമ്പോൾ ആൾക്കാരെ കൊണ്ടുപോയി അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റും അവർക്ക് വേണ്ടുന്ന എല്ലാ ഫിസിക്കൽ നീഡ്സും, അവർക്ക് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് ഡോക്ടേഴ്സ് അറ്റൻഡിങ് ദം പിന്നെ ഒക്കെ ഉണ്ട്. പക്ഷേ ഇറ്റ്സ് ഓൾ അറ്റ് എ ഹ്യൂജ് പ്രൈസ്. നമ്മൾ പല ഡിസീസ് ഉള്ളവർ, ടെർമിനൽ ഇതുള്ളവരെയൊക്കെ നോക്കി അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്യുന്ന ഏജ് കെയർ പരിപാടി ഒക്കെ ഉണ്ട്. അത് അഗെയിൻ ഗവൺമെൻറ് സപ്പോർട്ടുള്ളവരുണ്ട്. ബട്ട് ഇതൊക്കെ ഒരു പ്രൈവറ്റ് സ്ഥാപനമായതുകൊണ്ട് ഓൾ മണി മേക്കിംഗ് റാക്കറ്റ്സ്. വേറൊരു ഡെവലപ്മെൻറ്റ് ഇവിടെ വരുന്നുണ്ട്. പണ്ട് ഇതാ കാണുന്ന ആ ഒരു വീട് മാത്രമേ ഉണ്ടായുള്ളൂ ഈ ഫുൾ എസ്റ്റേറ്റിൽ. അപ്പോൾ അത് ഒരു പാർട്ട് ബൈ പാർട്ട് വിട്ടിട്ട് ഇപ്പം പല ആൾക്കാരും കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്താണാവോ? നോർത്ത് വെസ്റ്റ് ബെഡ്റൂം ഹൗസസ്. ഓക്കെ, ഇവിടെ ഹോംസ് ഉണ്ടാക്കാൻ പോവുക, 4 to 5 ബെഡ്റൂംസ്. അപ്പോൾ ഇതൊരു 6 മാസം കഴിയുമ്പോൾ ഇവിടുത്തെ സീനൊക്കെ മാറും. ഇറ്റ് വിൽ ബി ലൈക്ക് പ്രോപ്പർട്ടി ആൾക്കാരൊക്കെ വാങ്ങിച്ച് ദേ വിൽ ബി ഓൾ ലിവിങ്. ഇതൊക്കെ ഹൈ ഹ്യൂജ് ബിൽഡിങ്സ് വരികയാണ് ഇവിടേക്ക്. ഇതൊക്കെ ഇപ്പോൾ അടുത്ത് വന്ന ഡെവലപ്മെൻറ്റ്സ് ആയതൊക്കെ. That's that. കണ്ടില്ലേ, ട്രീസൊക്കെ പ്ലാന്റ് ചെയ്ത് നല്ല എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വാക്കിംഗ് ട്രാക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് നടക്കാനായിട്ട്. ഇതൊരു കണ്ടില്ലേ, ഇതേമാതിരി സ്ഥലം കുറച്ചായിട്ട് അവർ വിറ്റിട്ടാണ് ഈ പരിപാടി ആക്കിയത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫുൾ ഏരിയ അവർ വിറ്റു കുറച്ചായിട്ട്. അണ്ടർ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. ഇത് ഇവിടുത്തെ ബസ്സാണ്. ഇത് പണ്ട് 70s കാര്യം ഓർത്തുപോയി. പണ്ട് ജോലിയൊന്നുമില്ലാതെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷമാണെന്ന് തോന്നുന്നു, ജോലിയൊന്നുമില്ലാതെ ഗൾഫിലൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് തെക്കും വടക്കും നടക്കലായിരുന്നു പരിപാടി. അത് ഒരു എന്തോ ഒരു പറച്ചിലായിരുന്നു നാട്ടിലെ ആൾക്കാർ, അവൻ തെക്കും വടക്കും നടക്കുന്നെന്ന്. അതേമാതിരി ഇപ്പം റിട്ടയറീസിൻ്റെ കോലം ഇത് തന്നെയാണ്. ഒന്നും ചെയ്യാനില്ല, ഇപ്പം തെക്കും വടക്കും നടക്കുക. അത് വേറെ കൺട്രി ആയിരുന്നേ ഉള്ളൂ. ഈ കോംപ്ലക്സ് ഒക്കെ പഴയതാണ്. പക്ഷേ ഇതിൻ്റെ അടുത്ത് പുതിയതായിട്ട് വന്നത് ഞങ്ങളെ കണ്ണു മുമ്പിൽ നിന്നാണ് ഡെവലപ്പായത്. വളരെ അധികം ആൾക്കാരൊക്കെ അവിടെ താമസം തുടങ്ങിയിട്ടുണ്ട്, സംവെയർ നിയർ ബൈ. ഇതേമാതിരി റിസർവ് ആയിരുന്നു പണ്ട് സ്ഥലം. മരങ്ങളൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുള്ളായി ഇരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ മരമൊക്കെ പോയി അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ അടുത്ത് വന്ന ഒരു കോംപ്ലക്സ് ആണ്, ഇപ്പോൾ പറഞ്ഞില്ലേ.
ഇതൊക്കെ ഞങ്ങളെ കണ്ണുമുമ്പിൽ ഡെവലപ്പ് ചെയ്തതാണ്. കുറേ ബിൽഡിങ്സ് വന്നു, കുറേ ഫ്ലാറ്റ്സ് വന്നു ഇവിടെ. യൂക്കാലിപ്സ് മരം ഇവിടുത്തെ നേറ്റീവ് പ്ലാന്റിനെ പോലെ തന്നെ വളരെയധികം ഇത് കണ്ടുവരുന്ന യൂക്കാലിപ്സ് ആണ്. ഇവിടെ നിറയെ ഇതാണ്. ഇത് ഈ ഒരു ഷൂട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പ്ലാന്റാ. തണലുള്ള സ്ഥലത്ത് വരുമ്പോഴേ കോൾഡും, വെയിലുള്ള സ്ഥലത്ത് നടക്കുമ്പോൾ കുറച്ച് വാം ഉണ്ട്, ചൂടുണ്ട്. അല്ല, ഇത് ഈ പ്ലാന്റ് നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത് നല്ല നല്ല ടോളായി വരുന്നുണ്ട് ഈ സാധനം. ഓരോ വാലിയിലും ഇങ്ങനെ പോപ്പുലേഷൻ കൂടി കൂടി ഇങ്ങനെ വരികയാണ്. ഓരോ വാലികളും വീട്, ഇൻഹാബിറ്റൻസ്, ഇങ്ങനെ ഇതൊക്കെ പഴയ ടൈപ്പ് ബിൽഡിങ്സ് ആണ്. 10-40 കൊല്ലമായിട്ടുള്ള ഏരിയ ആണ് ഇതൊക്കെ. ഈ സൈക്ലിസ്റ്റിനുള്ള ഒരു അതോറിറ്റിയാണ് ഇത്. ഈ ചിഹ്നമുള്ളത് സൈക്ലിസ്റ്റിന് പോകാന്നുള്ളതാണ്. ഇതാണ് ഈ ഫുട്പാത്ത് ഉണ്ടാകുന്നതിൻ്റെ ഗുണം. ട്രാഫിക് ഒരു സൈഡിലൂടെ പോകും, നമ്മൾ ഇതിലൂടെ നടന്നു പോവുക. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി. ഒരു അധികം വീടുകൾ ബ്രിക്ക് ഡിസൈൻ കാണിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. അതിനൊരു പ്രത്യേകത ഇവർ കാണുന്നുണ്ട്. ഇത് ബ്രിക്ക്, അതേപോലെ തന്നെ ലേ ഔട്ട്, ഇതൊക്കെ ബ്രിക്കിൻ്റെ കംപ്ലീറ്റ് പരിപാടികൾ, പല കളർഫുൾ ബ്രിക്സ് ഉണ്ടല്ലേ. ഇങ്ങനെ നമ്മുടെ നാടുമാതിരി പുറത്ത് പ്ലാസ്റ്റർ ഇടുന്ന പരിപാടി വളരെ വേറെ. ഇതാണ്ട് ആരൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ഇറ്റ് ലുക്സ് ബെറ്റർ. പക്ഷെ ഒരു കൾച്ചറലി നോക്കാന്ന് വെച്ചാൽ അധികവും ബ്രിക്കാണ്. ദൂരെ കാണുന്നത് ബെല്ലാ വെസ്റ്റയിലുള്ള റെസിഡൻഷ്യൽ ഫ്ലാറ്റ്സ് ആണ്. പിന്നെ ഓരോ കാലാവധി, ഓരോ പീരിയഡിക്കലി ഈ ബ്രിക്കിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട് ഈ കൺട്രിയിൽ. ഒരു 20 years ബാക്കിൻ്റെ ബ്രിക്കിൻ്റെ കളർ വേറെ ആയിരുന്നു, പിന്നെ 30 years ബാക്ക് വേറെ ആയിരുന്നു. ഒരു ഒരു എന്തോ ഒരു പാറ്റേൺ അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. അത് കാരണം റിയൽ എസ്റ്റേറ്റിലുള്ള ചില കക്ഷികൾ പറയും, ഓ ഇത് 50 years ഓൾഡാണ്, ബ്രിക്ക് നോക്കി പറയും. അവർക്ക് അതിൻ്റെ ഒരു ഡയഗ്നോസിങ് ടെക്നിക്ക് ഉണ്ട്. പിന്നെ റൂഫ് അധികവും ടൈൽസാണ്, കോൺക്രീറ്റ് പരിപാടിയൊന്നും ഇല്ല കാര്യമായിട്ട്. വലിയ വലിയ ലേറ്റസ്റ്റ് ബിൽഡിങ്സിലങ്ങനെ ഉള്ളൂ, അതും അവർ വേറെ ജാതി മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ഇത് പിന്നെ ഈ മോസ്റ്റ്ലി എല്ലാ വീടുകളും ഇലക്ട്രിസിറ്റിയുടെ പ്രൈസ് കൂടിയതിൻ്റെ പേരിൽ എല്ലാവരും സോളാർ വാങ്ങിച്ച് വിട്ടിട്ടുണ്ട്. സോളാർ പാനൽസാണ് അധികം കാണുന്നത്. കണ്ടില്ലേ, ആ വീട്ടിൽ സോളാർ, എല്ലാവർക്കും സോളാർ പാനലിൻ്റെ പരിപാടിയാണ്. റോസ്, വൈറ്റ് റോസസ്. എല്ലാ ബിൽഡിങ്സിനും അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. These are all maybe 40 years old buildings, 40-50. That's that.
ഇത് ബെല്ലാവിസ്റ്റയുടെ ഒരു ഒരു കോർണറാണ്. ഇതിപ്പം ഒരു 10-15 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്ത സ്ഥലമാണ് ബെല്ലാവിസ്റ്റ. ഇവിടെ മെട്രോ അതൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് ഇവര് ഈ ബിൽഡിങ്ങും ഈ ഇതൊക്കെ ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഇവിടെ നിന്നെല്ലാം ഒരു ഒരു ഐക്കോൺ മാതിരിയാണ് ഈ പോയിന്റ്. പഴയ ബിൽഡിങ്ങും പുതിയ ബിൽഡിങ്ങും ചെടികളും എല്ലാം ഉണ്ട്. പിന്നെ വേറെ ഇത് എൻ്റെ സ്ഥിരം വാക്കിംഗ് റൂട്ടാണ്. ഇത് നോർമലി സന്ധ്യ സമയത്തൊക്കെ വെയിലൊക്കെ ഇല്ലാത്തപ്പോഴാണ് അധികവും ട്രാവൽ ചെയ്യുന്നത്, ഐ മീൻ വാക്ക് ചെയ്യുന്നത്. ബട്ട് ഫോർ എ ചേഞ്ച് ഈ വ്ളോഗിങ്ങിന് വേണ്ടി ഞാൻ ഈ ഇത് ഉപയോഗിക്കുന്നു. പിന്നെ എൻ്റെ വേറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ ഐ വിൽ ഷോ മൈ ഫേസ് അഗെയിൻ ആൻഡ് ടോക്ക്. നമ്മൾ ലൈഫിൽ ഇപ്പം ഒരു ഹാഫ് ദി മൈലേജ്, പിന്നെ അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ, ക്യാൻ യു ഇമാജിൻ ദാറ്റ് ഐ കുഡ് ഹാവ് ഡൺ ഓൾ ദിസ് ക്വൈറ്റ് ബിഫോർ മൈ സെക്കൻഡ് ഹാഫ്. ഐ കുഡ് ഹാവ് ഡൺ ഓൾ ദിസ് ബിഫോർ. പക്ഷെ എല്ലാത്തിനും ഒരു ടൈം ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു റൈറ്റ് ടൈം. നമുക്ക് അപ്പോഴേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേമാതിരി ഫ്രീ ആയിട്ട് ഇതേമാതിരി ഇതായിട്ട് ചെയ്യാനൊക്കെ. പിന്നെ ലൈഫിൽ പല ആൾക്കും പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. ഇപ്പം ഐ ആം ട്രൈങ് ടു എൻകറേജ് അതേഴ്സ് ടു ഇംപ്രൂവ് ദെയർ തോട്ട്. ഇതേമാതിരി വീട്ടിലിരിക്കുന്ന ഡു നത്തിങ്, ഒരു retired person's perspectively, like he can do a lot of things. പിന്നെ I'm trying them to, I'm charging them, ഒരു വിധം ഇൻസ്പയർ ചെയ്തിട്ട് I'm trying to remind them that they can do a lot of things. My other version is I started become an author very recently, ഒരു കൊല്ലമാവുന്നു. So these are all the hidden talents which I had, but we never brushed it. So when you retire and when you have all this time left, you can try all this, tap all this. I'm putting all these messages to people so that I can improve their version. They can do something. They can think of something new, innovative. When I send good morning messages to lot of my group people members, and it's all inspiring in a way or other. Then they really think over it, they can do lot of things. So paladum it will change your thought. Your thought creates your day actually. നമ്മളെ മൈൻഡ് ഫ്രീ ആയി യു തിങ്ക് അബൌട്ട് ബെറ്റർ തിങ്സ്, നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സംഭവിക്കുക. ഇഫ് യു തിങ്ക് ഇങ്ങനെ ഇതൊക്കെ പോക്കാണ്, ഇത് രസമില്ല, ലൈഫ് ഈസ് ഓൾ ബോഗസ് എന്നൊക്കെ പറയുമ്പോൾ ദേ ഗെറ്റ് ദാറ്റ് വൈബ്. ഇതൊക്കെയാണ് എൻ്റെ ഐ വാണ്ടഡ് ടു ഷെയർ വിത്ത് പീപ്പിൾ. ഇതുണ്ട, ഇതൊരു ബ്യൂട്ടിഫുൾ ജംഗ്ഷൻ ആണ്. ഇറ്റ് ഹാസ് കം ടു എ പ്ലേസ് വെയർ നല്ല ബിൽഡിങ്സും പഴയ ബിൽഡിങ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആയി കൊണ്ടും. സോ ദാറ്റ് ഈസ് ദാറ്റ്. ഈ ട്രീയുടെ ഇലയൊക്കെ പോയി. അവരെ ഗാർഡനിലെ ബ്യൂട്ടിഫൈ ഒരു ഫൗണ്ടനും പക്ഷികളും
ഓ, ഒരു പഴയ മോഡൽ വീടാണ്. ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ കണ്ടില്ലേ? കളർ ചേഞ്ചിങ് കണ്ടോ? ബ്യൂട്ടിഫുൾ. ഓരോ സ്ട്രീറ്റിനും അതിൻ്റെതായ മഹത്വം കാണാം. ബ്യൂട്ടിഫുൾ. അങ്ങ് മൗണ്ടൻ്റെ മുകളിൽ അവിടെ റോ ആയിട്ട് കണ്ടില്ലേ പ്ലാന്റ്സ്, ട്രീസ്. ഇവിടെയൊക്കെ ലോൺ മൂവിങ്, ലോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതാണ്ട്, ലോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഒരു കൾച്ചറാണ്. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കും ലോണൊക്കെ. വാവ്. ഇത് കണ്ടില്ലേ, ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് വുഡ്വേർഡ് ടെറസ് എന്നാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മാത്യു വുഡ്വേർഡ് പിയേഴ്സ് റിസീവ്ഡ് എ ഗ്രാൻഡ് ഓഫ് 170 acres in 1835 from the redistribution of MacArthur's Seven Hills Farm. This land lies to the south of present Bella Vista village. So ഇത് അങ്ങനെ അന്ന് വന്നിട്ട് കിട്ടിയ സ്ഥലങ്ങൾ ഒക്കെ ഇപ്പം പല ആളെ കയ്യിലായി. പണ്ട് UK എന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരുന്നവരെ പറ്റി പറയാമെങ്കിൽ എല്ലാം ക്രിമിനൽസ് ആയിരുന്നു. അവിടുന്ന് നാട് കടത്തി അവരെ ഇങ്ങോട്ട് അയച്ചിട്ട് ഇവിടെ പണിഷ്മെൻ്റ് പോലെ വന്നിട്ട് അവർ ഇവിടെ സെറ്റിലായി. അങ്ങനെയാണ് പല സെറ്റിലേഴ്സും ഇവിടെ എത്തിയത്. പിന്നെ അവർ ഇവിടെ വന്നിട്ട് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് പിന്നെ അവർക്ക് ലാൻഡൊക്കെ കിട്ടി, അങ്ങനെ ഫാമിംഗ് ഒക്കെ ചെയ്തിട്ടായി. പണ്ട് ഒരു ബുക്കുണ്ടായിരുന്നു, എന്താണ് അതിൻ്റെ പേര്, എന്തോ ഒരു മോട്ടൻ സോറി എന്തോ ഒരു മാർട്ടൻസ് റണ്ണോ അങ്ങനെ എന്തോ ഒരു ബുക്ക് ഞാൻ വായിച്ചിരുന്നു, വെള്ളക്കാരുടെ. ഇതിനകത്ത് പറയുന്നത് ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു കക്ഷി ഒരു ബ്രെഡ് കട്ടും, ആ ബ്രെഡ് കട്ടേൻ്റെ പേരിൽ അവനെ അവിടുന്ന് കൺട്രിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനത്തെ ചെറിയ ചെറിയ ക്രൈംസിനും അവരൊരു സ്റ്റേജിൽ ഇതേമാതിരി നാട് കടത്തുമായിരുന്നു. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി, ഈ കൺട്രിയുടെ ഒരു ഇത്. പക്ഷേ അതിനെപ്പറ്റി വേറൊരു വ്ളോഗ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇത് ഇതിൻ്റെ ഒരു വില്ലേജ് ഗ്രീൻ എന്നാ പറയുക ഈ ഏരിയയിൽ. ഇവിടെ ഒരു ഗ്രൗണ്ടും അവിടെ ഒരു കുട്ടികൾക്കുള്ള ഗ്രൗണ്ടും പ്ലേ ഇതൊക്കെ ഉണ്ട്. ഇറ്റ്സ് വർത്ത് വൈൽ സീയിങ് അനദർ ഡേ. പിന്നെ അത് പറയുമ്പോൾ എനിക്കിവിടെ ആരോ അറിയാതെ പൊടിച്ച ഒരു കറിവേപ്പിലയുടെ ചെടിയുണ്ട്. ഇറ്റ്സ് ഇതിൽ പാസ് ചെയ്യുമ്പോഴൊക്കെ നോക്കും ഗ്രോത്ത് ഉണ്ടോ. ഇറ്റ് ഈസ് ഗ്രോയിങ് വെൽ. നാടൻ മരായാൽ പലവർക്കും ഇതാണ്. ഇത് ദിസ് സേസ് Bella Vista was first named by Isabella and Edward H. Pierce in the late 19th century. They worked and enlarged the property, which became arguably the best orchard in the colony. ഇവിടുന്ന് 1.8 നോർവെസ്റ്റ് സ്റ്റേഷൻ ഇവിടെ നടക്കാനേ ഉള്ളൂ. ഇതാണ് വില്ലേജ് ഗ്രീൻ എന്ന് ഞാൻ പറഞ്ഞ സ്ഥലം. പിന്നെ ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഈ പോയിന്റ് വരെ വന്നിട്ട് പോയതാണ് കഴിഞ്ഞ ഫസ്റ്റ് ബ്ലോക്കിൽ. ഇന്ന് കുറച്ചും കൂടി നമുക്ക് കവർ ചെയ്യാം. ഇതാണ് സംഭവം.
ഈ വ്ളോഗിൽ ഞാൻ ഇവിടെ വരെ വെച്ച് നിർത്തുകയാണ്. നേരത്തെ ചെയ്ത ഏരിയ ആയത് കാരണം ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വർക്കിംഗ് വിത്ത് മീ ടുഡേ, ആൻഡ് ഐ ഹോപ്പ് ഐ എം ട്രൈങ് ടു give you a good message. All good. Thank you. Take care. Bye.